പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശനിയാഴ്ച ദിവസം ഈ ദേവാലയം ഇന്നലെ ആദ്യ വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നില്ല, ബാംഗ്ലൂരിലെ കർമ്മലരാം ഫൊറോന ദേവാലയമാണ്. ഇവിടുത്തെ ശരിക്ക് നല്ലൊരു വികാരിച്ചൻ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സഹോദരങ്ങളെ, വികാരിച്ചനോട് തോളോട് തോൾ ചേർന്ന് ഒരു അച്ഛനെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയ ശുശ്രൂഷകൾ സഹായിക്കാനായിട്ട് നല്ലൊരു ആത്മായ നേതൃത്വ നിരയെ കാണാനായിട്ട് പറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കറിയാം, ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാണല്ലോ. ഒരുപാട് തിരക്കുള്ള ജനമാണെങ്കിലും അവർക്ക് ശരിക്കും ലീവ് എടുത്തും കാര്യങ്ങൾ ക്രമീകരിച്ചും എന്നെ അത്ഭുതപ്പെടുത്തിയത് യേശുവേ എന്നൊക്കെ വിളിക്കാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ യേശുവേ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്ന ഒരു ജനത്തെ ഈ സിറ്റിയിലേക്ക് കാണാൻ പറ്റി. നമുക്ക് പ്രത്യേകമായിട്ട് ശരിക്കും സാംസനച്ചനാണ് ലീഡ് ചെയ്യുന്നത്. ഇന്നലെ ആദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സാംസനച്ചൻ നിർബന്ധമായിട്ടും അവിടെ ഉണ്ടാകേണ്ടത് കൊണ്ടാണ് അച്ഛൻ പകരം വന്നത്. ഇന്നും നാളത്തെ അപ്പോൾ ഇന്ന് നാളെ ഞായറാഴ്ച ശുശ്രൂഷകളൊക്കെ സാംസനച്ചനാണ് ഇന്നും നാളെയും ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് ഇവിടുത്തെ കടന്നു വരുന്ന സകല മക്കളും അത്ഭുതകരമായ ഒരു വിടുതലിൻ്റെ അഭിഷേകം കത്തിപ്പടരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ അപ്പോൾ ഇതാണ് കേട്ടോ, കർമ്മലരാം പള്ളിയും ഒക്കെ ഇതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 11:22. കർത്താവിൻ്റെ വചനം പറയാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. എന്നിട്ട് പറയുകയാണ്, ആ സമ്മാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. അതായത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, പ്രിയ സഹോദരൻ, കണ്ണടച്ച് തുറക്കും. പക്ഷേ ഈ കർത്താവിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കുക എന്നത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ശരിക്കും പൈശാചിക പീഡ എന്ന് പറയുന്നത് ഈ ദൈവിക അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിരാശയിലെ, ലൗകായികത്വത്തിലെ, അതുപോലെ തന്നെ വെറുപ്പിലെ, അശുദ്ധിയിലെ ഒരു ജീവിതത്തെ ബന്ധിച്ചിടുക. കാരണം അവനൊരിക്കലും യേശുവിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കരുത്. അതാണ് വചനം പറയുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ തടസ്സമായിട്ട് എന്തൊക്കെ അഴുക്കുചാല് എൻ്റെ ജീവിതത്തിലുണ്ടോ അതിൽ നിന്ന് വിടുതലിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ആശീർവാദം നൽകുമ്പോൾ ഏതൊക്കെ ലോകത്തിൻ്റെ അരൂപികൾ ഈ ദാസരെ യേശുവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ തടസ്സമായിട്ട് നൽകുന്നുണ്ടോ ആ മേഖലകളിലേക്ക് ഒരു ദൈവശക്തി ഇപ്പോൾ തന്നെ പറന്നിറങ്ങട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.